എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നെഗറ്റീവ് ചിന്തകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ചില ആളുകളുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് നെഗറ്റീവായി കാണുക, അതിനെ നെഗറ്റീവായി തിരിച്ചു മറുപടി പറയാ. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല, അത് ശരിയല്ല, ഇത് ഞാൻ ഇങ്ങനെയല്ല കേട്ടത്, ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് പറയാ. അത് എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുക. അങ്ങനെയല്ലാതെ നമ്മൾ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്? നമുക്ക് എല്ലാത്തിലും ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. നമ്മൾ ആ നെഗറ്റീവ് പറയുന്നതിന് പകരം ഇതെങ്ങനെയല്ലല്ലോ, ഇതല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്തതായി പറഞ്ഞാൽ അത് ആദ്യം അവിടെ ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്തതാണ്, ഇങ്ങനെ പറയാതെ ഒരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോ ശരി നന്നായിട്ടുണ്ട്, വേണ്ട നന്നായിട്ടുണ്ട് എന്നൊന്നും പറയണ്ട, ഒന്നൊരു ചിരിച്ച മുഖവുമായി നോക്കിക്കൂടെ അവരെ. അങ്ങനെയൊന്നും അല്ലാതെ വെറുതെ നെഗറ്റീവുമായി കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ ചില കൂട്ടർ ഇങ്ങനെ വയ്യ വയ്യ, വേദന വേദന എന്ന് പറഞ്ഞു നടക്കുന്നത് കാണാം. വേദന, എപ്പോഴും വേദന വേദന എന്ന് പറഞ്ഞു നടക്കുന്നത് കാണാം. എപ്പോഴും വയ്യ വയ്യ വേദന എന്ന് പറഞ്ഞു നടന്നാൽ അങ്ങനെ തന്നെ ആയി മാറും. ഒരിക്കലും അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റില്ല. അപ്പൊ അത് എന്ത് വേദന? അപ്പൊ നമുക്ക് നല്ല വേദന എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണ്, കുഴപ്പമില്ല, സാരമില്ല, ഞാൻ അത് സഹിക്കാം എന്നിങ്ങനെ പറയുക അല്ലാതെ ഓ വയ്യ വയ്യ ഇങ്ങനെ പറയോ, വേദന വേദന ഇങ്ങനെ പറയാതിരിക്കുക. നമ്മൾ എത്രത്തോളം നെഗറ്റീവ് പറയുന്നുവോ, എത്രത്തോളം നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടിരുന്നുവോ, നമ്മൾ നെഗറ്റീവിന്റെ ആ കുഴിയിൽ ഇങ്ങനെ വീണു പോകും. നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ പല വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരും. പല അസുഖങ്ങളായിട്ടും പല പ്രശ്നങ്ങളായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് പകരം പോസിറ്റിവിറ്റി അതിലേക്ക് കൊണ്ടുവരാം. എല്ലാം നമ്മൾ പരസ്പരം പറയുമ്പോൾ മിക്ക ആളുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പറയുമ്പോൾ, അവര് ഭാര്യയും ഭർത്താവുമായാലും മക്കളോടായാലും ഒക്കെ പറയുന്ന കേൾക്കാം. ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തിൽ ചില ആളുകൾ ഒരു പകയോടുകൂടി വാക്കുകൾ പറയുന്നത് കാണാം. എന്ത് പറയുമ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്തത് ശരിയല്ല, നിങ്ങൾ ചെയ്തത് ശരിയല്ല, അതുപോലെ കുറ്റപ്പെടുത്തുക, ഇതെന്താ ഇങ്ങനെ ചെയ്ത് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തര് പെരുമാറുന്നത്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇപ്പൊ ഭാര്യ ഭർത്താവിനോടായാലും, ഭർത്താവ് ഭാര്യയോടായാലും, അമ്മ മക്കളോടായാലും, മക്കൾ മാതാപിതാക്കളോടായാലും, അതുപോലെ പരസ്പരം സഹോദരന്മാരോടായാലും ഒക്കെ കാണുമ്പോൾ നല്ല നല്ല വാക്കുകൾ പറയാ, നല്ല കുശല അന്വേഷണം, നല്ല അന്വേഷണങ്ങൾ, നല്ല കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക, നല്ല കാര്യങ്ങൾ പറയുക. അതുപോലെ വീട്ടിലെ കുടുംബാംഗങ്ങൾ പരസ്പരം കാണുമ്പോൾ, ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, ഇന്ന് നല്ല രസമുണ്ടല്ലോ കാണാൻ, ഇന്നത്തെ അപ്പം വേണമെങ്കിൽ പറയാം, ഭർത്താവ് ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ ഭാര്യയ്ക്ക് പറയാം, നല്ല ചിരിയാണല്ലോ, നല്ല ചിരി, നല്ല ഭംഗിയുണ്ട് ആ ചിരി കാണാൻ, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ അമ്മയോട് പറയാം, നമുക്ക് നല്ല ഭക്ഷണമാണല്ലോ അമ്മ ഇന്ന് ഉണ്ടാക്കിയ, നല്ല രസം കിട്ടും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം, ഇങ്ങനെ പറയാം. അതുപോലെ മക്കളോട് പറയാം, മോനെ നല്ല മാർക്ക് വാങ്ങിയില്ലേ, നീ നന്നായിട്ടുണ്ട്, മിടുക്കനാണ്, ഇനി നല്ല മാർക്ക് വാങ്ങണം, അതുപോലെ എന്തേ കാര്യങ്ങൾ ചെയ്ത ഇതുപോലെ നീ കാര്യങ്ങൾ ചെയ്യണം മുന്നോട്ടും, അങ്ങനെ പറഞ്ഞ് അവർക്കൊരു അഭിനന്ദനത്തിന്റെ വാക്കുകൾ മതി, ഒന്നും കൊടുക്കൊന്നും വേണ്ട, വാക്കുകൾ പറയാം. അതുപോലെ നമ്മുടെ ആരോടായാലും നമുക്ക് ചുറ്റിൽ കാണുന്ന നല്ലത് കണ്ട ചില ആളുകളുണ്ടത്, നല്ലത് കണ്ട നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ മടിയ. അതുപോലെ ഞാൻ എൻ്റെ ഒരു പരിചയത്തിൽ ഒരാൾ എന്നോട്, നമ്മൾ നല്ല ഒരുങ്ങി കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിലൊക്കെ നമ്മൾ നല്ല ഭംഗിയുണ്ടല്ലോ, സാരി നല്ലുണ്ടോ, അങ്ങനെയൊന്നും പറയാതെ ഇപ്പൊ നമ്മൾ ഒരുങ്ങി പോയാലുണ്ട്, ഇപ്പൊ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ അവർ കണ്ടെത്തുന്നത് ചിലപ്പോ ഒരു മോശമായ കാര്യങ്ങളായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഇവിടെ ഒരു മുഖത്തിന്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു അടയാളം ഉണ്ടായിരുന്നു, എന്റെ ഒരു വട്ടത്തില്. അപ്പൊ അത് ഞാൻ പോലും അത്ര വലുപ്പമൊന്നുമില്ല, ചെറിയതാണ്, ഞാൻ പോലും അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇവരത് കണ്ടുപിടിച്ചു. പറയും, ഇത് എന്താണ്, ഇത് അടയാളം എന്താ ഇത്? ഞാൻ പറഞ്ഞത് ജന്മനായുള്ള അവിടെ ഒരു അടയാളമാണത്, അതെന്താ, അതിനിപ്പോ എന്താ പ്രശ്നം? അപ്പൊ അവര് നമ്മൾ വന്നാൽ നമ്മളെ കുറിച്ച് പറയാതെ നമ്മുടെ എവിടെയാണ് മോശം എന്ന് കണ്ടുപിടിച്ച് പറയുന്നത്. അവർക്കാണെങ്കിൽ ഒന്നുമില്ല, അവരെക്കാണെങ്കിൽ കാണാനോ എന്തോ പോലെ മുഖത്ത് നിറയെ പാടുകൾ, മുടിയെല്ലാം കൊഴിഞ്ഞു പോയ അങ്ങനത്തെ ഒരു സ്ത്രീ, അവരാണ് നമ്മളോട് കുറ്റം. ചില ആൾക്കാരുടെ സ്വഭാവമാണിത്. അവർക്ക് അത് മാറ്റാൻ പറ്റില്ല. നമ്മൾ പറയാറുണ്ട്, നമ്മള്
ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചെറുപ്പം മുതലുള്ള ശീലം, നമ്മുടെ ആ സ്വഭാവങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതായിരിക്കും. എന്തായാലും നമ്മൾ ചെറുപ്പം മുതൽ കണ്ടു വളർന്നതാണ്. അതും ഒന്നും നമുക്ക് നമ്മളെ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് കേട്ടാലും നമ്മൾ നന്നായി വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, പിന്നീട് നമ്മൾ കുറെ അറിവുകൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല. നമ്മൾ എത്ര അറിവ് സമ്പാദിച്ചിട്ടോ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ പഠിച്ചു വെച്ച ഈ നെഗറ്റിവിറ്റിയും ഈ നെഗറ്റീവുകളും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെയും തുടരുന്നതായിട്ടാണ് കാണുന്നത്. അതെല്ലാം മാറ്റി നമ്മുടെ അറിവാണ് എല്ലാം. ആ അറിവിലൂടെ നമ്മളെ മാറ്റാൻ ശ്രമിക്കുക. ഞാനത് പിന്നെയും പറയുന്നത്, നല്ല അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിലൂടെ നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാൻ നമ്മുടെ ജീവിതം തന്നെ നെഗറ്റീവിലേക്ക് പോവാതെ പോസിറ്റീവ് നിറയ്ക്കുക. നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല സന്തോഷമായിരിക്കുക. പരസ്പരം അങ്ങനെ പകയും വെറുപ്പും ഒന്നുമില്ലാതെ പരസ്പരം നന്നായി സംസാരിച്ച് പരസ്പരം സഹായിച്ച് പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കാം. നമുക്കറിയാം ഈ ജീവിതം എന്നത് ചെറിയൊരു യാത്രയാണ്, അധിക നാളില്ലാത്ത ഒരു യാത്രയാണ് ജീവിതം എന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മൾ എന്തിനാണ് ഈ അല്പനേരം, ഈ കുറച്ചു നേരത്തേക്ക് നമ്മൾ എന്തിനാ പരസ്പരം ഇങ്ങനെ തർക്കിക്കുകയും വേദനിപ്പിക്കുകയും പരസ്പരം പകയും വെറുപ്പോടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്? അപ്പൊ അതൊന്നും മാറ്റി നമ്മുടെ ഈ കുറച്ച് ജീവിതമേ ഉള്ളൂ എന്ന് ഓർത്തിട്ട് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാനും പരസ്പരം സഹായിക്കാനും എല്ലാം തയ്യാറായി എല്ലാവരും മുന്നോട്ട് വരികയാണെങ്കിൽ ആ ജീവിതം നന്നായി ആസ്വദിച്ച് എല്ലാവർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക, നെഗറ്റീവ് മാറ്റി പോസിറ്റീവിനെ കൊണ്ടുവന്ന് ജീവിതം സുന്ദരമാക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്.